ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ ബ്രോ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് നാട്ടിൽ നിന്ന്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ട്, തെരളി. അത് കുമ്പിളപ്പം എന്നും പറയും. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് തെരളി ഉണ്ടാക്കുന്ന വഴണയില കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞിട്ട് പ്രത്യേകം കൊണ്ടുവരിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഇല കൊണ്ട് തെരളി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് വഴണയില എന്നാണ്, ബേ ലീഫിലെ അതിൻ്റെ പച്ചയാണ്. അപ്പോൾ എല്ലാവരുടെയും നാട്ടിലൊക്കെ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് പറയണേ. ഇപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കൊണ്ടും അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ശർക്കര വേണം, പിന്നെ പഴം വേണം, പിന്നെ ആവശ്യത്തിന് തേങ്ങ വേണം, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടിയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഴം ചേർക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ പഴത്തിൻ്റെ ഒരു നനവുണ്ടല്ലോ, പിന്നെ അതുപോലെ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നനവ് കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ പഴവും ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഈ വഴണയില വെന്ത് വരുമ്പം തന്നെ നല്ലൊരു മണമുണ്ട്. മണം മാത്രമല്ല, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഓരോ ഇല എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വീതം ഇട്ടിട്ട് മടക്കിയെടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഓൾറെഡി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നടച്ച് വെച്ചെടുക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ തെരളി റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തെരളി റെഡി ആയിരിക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ, നല്ല മണമുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ചൂടാണ്. സൂപ്പർ ടേസ്റ്റ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴണയിൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തെരളി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതിലേക്കും ബൈ ബൈ.